ഉത്സവമായി മാറാൻ പോകുക. ഒക്ടോബർ 28 മുമ്പ് തന്നെ തൃശ്ശൂരിലെ മൃഗശാലയിലെ ഏതാണ്ട് എല്ലാ മൃഗങ്ങളും മാറും. നാളെയും മറ്റന്നാളുമായി മുതലകൾ കൂടി മാറുമ്പോൾ പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ മൃഗങ്ങളും, ഹിപ്പോപ്പൊട്ടാമസ് കൂടി മാറുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ മൃഗങ്ങളും നമ്മുടെ മൃഗശാലയിലേക്ക് വന്നു കഴിയും. ഒക്ടോബർ 28 നമ്മുടെ മൃഗശാലയുടെ സുവോളജിക്കൽ പാർക്കിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ ലോകത്തിന് മുമ്പിൽ നമ്മൾ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായി ഈ നാടിനെ മാറ്റാൻ കഴിയുന്ന വിധത്തിലാണത് പുരോഗമിക്കുക. തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ മാത്രം ഇങ്ങോട്ട് വരിക, അതിന് മാത്രം ഒരു മോചനം കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഈ സുവോളജിക്കൽ പാർക്ക് അതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് ഇപ്പൊ കടന്നിരിക്കുന്നു. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മൃഗങ്ങളുമായി എത്തിച്ചേരാനുള്ള കരാറ് ബന്ധപ്പെട്ട ഗവൺമെന്റുകളുമായി ഉണ്ടാക്കി. വിദേശത്തു നിന്ന് അനാക്കോണ്ടയും ജിറാഫും സീബ്രയും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെച്ച് ഇന്ത്യയിൽ ആദ്യമായി ഹോളോഗ്രാം സൂ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് നാളെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുന്നതോടെ വരാൻ പോകുന്ന നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെറ്റിംഗ് സൂവിന്റെ നിർമ്മാണം ആരംഭിച്ച് ഇതിന്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ 2026 വരാൻ പോകുന്ന ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഓരോ ദിവസവും നവീകരിക്കപ്പെടുന്ന പുതിയ ആശയങ്ങളിലൂടെ നമ്മുടെ സുവോളജിക്കൽ പാർക്ക് കടന്നു പോവുകയാണ്. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവവും ആഘോഷവുമായി മാറാൻ പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിരവധി നടപടികൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന വളരെ അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഇനി പുത്തൂരിലേക്കാണ്. എല്ലാ കണ്ണുകളും നമ്മുടെ ADM പ്രിയപ്പെട്ട ശ്രീ മുരളി യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധികളായിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ നാട്ടിലേക്ക് വരികയാണ്. അതിന് ഒരു വലിയ വാക്കത്തോൺ ഏതാണ്ട് 400ഓളം പേർ അണിനിരുന്ന തൃശ്ശൂരിലെ പ്രൊഫഷണൽസും കച്ചവടക്കാരും വ്യാപാരികളും വ്യവസായികളും എല്ലാം അണിനിരന്നിട്ടുള്ള ഒരു വാക്കത്തോൺ ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇന്ന് രാവിലെ 200ഓളം ഓട്ടക്കാർ പങ്കാളികളായിട്ടുള്ള ഒരു മിനി മാരത്തോൺ, ക്വാർട്ടർ മാരത്തോൺ തന്നെ പഴയ മൃഗശാലയിൽ നിന്ന് 12 കിലോമീറ്റർ താണ്ടി നമ്മുടെ സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിച്ചേർന്നു. ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വരികയാണ്. 28-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും 11 കേരള സംസ്ഥാന മന്ത്രിമാരും എത്തിച്ചേരുന്ന ഈ ചടങ്ങ് പുത്തൂർ മാത്രമല്ല തൃശ്ശൂർ ജില്ല ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനകീയ മാമാങ്കമായി നടപ്പിലാക്കാൻ പോകുന്ന വിധത്തിലേക്ക് മാറുകയാണ്. നമ്മൾ പുത്തൂർക്കാർ ഏതാണ്ട് 5-6 വർഷക്കാലം മുമ്പ് പ്രതിജ്ഞ ചെയ്തു, ഇനി ഞങ്ങൾ തൃശ്ശൂരിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയല്ല, തൃശ്ശൂർ ഉൾപ്പെടെ ലോകം പുത്തൂരിലേക്ക് വരാൻ പോവുകയാണ് എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള പ്രഖ്യാപനം നമ്മൾ നടത്തി. ആ പ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ പുതിയ തലമുറയുടെ താരങ്ങളായി മാറേണ്ട പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ നിയോജക മണ്ഡലം ആകെ സഞ്ചരിക്കുന്ന ഒരു ഫ്ലാഷ് മോബാണ് ഇവിടെ ഔപചാരികമായി നാം തുടക്കം കുറിക്കാൻ പോകുന്നത്. പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ നാടിന്റെ മാത്രമല്ല ജില്ലയുടെ ആകെ അഭിമാനമായി മാറുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. പുത്തൂരിലെ LP സ്കൂളും ഹൈസ്കൂളും ചേർന്ന് ഇതിനകം കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് 15 കോടി രൂപയാണെന്ന് അഭിമാനത്തോടെ പുത്തൂർ സ്കൂളിലെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പറയാൻ വേണ്ടി കഴിയും. ഏറ്റവും അവസാനം നമ്മുടെ സ്റ്റേജിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ഷീറ്റടിച്ചിട്ടുള്ള കെട്ടിടം മാറി പുതിയ കെട്ടിടത്തിലേക്ക് പോകാൻ ഈ കഴിഞ്ഞയാഴ്ച കേരളത്തിലെ ഗവൺമെന്റ് 4 കോടി രൂപ കൂടി നൽകിയിരിക്കുന്നു. അതിന്റെ നിർമ്മാണം 2026 തന്നെ ആരംഭിക്കുകയും ഈ നാടാകെ മാറുന്നു. ആ മാറ്റത്തിന്റെ ചാലക ശക്തിയാകാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അഭിമാനകരമായ ഒരു ഫ്ലാഷ് മോബിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും സംസ്ഥാന സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഈ പ്രവർത്തനത്തിലേക്ക് മക്കളെ പറഞ്ഞയച്ച രക്ഷകർത്താക്കളോട്, അവരെ ഒരുക്കിയെടുത്ത ഈ സ്കൂളിലെ അധ്യാപക വൃന്ദത്തിനോട്, PTA എല്ലാവരോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.
എല്ലാവരും കൂടെ ഏറെക്കാലമായി കുട്ടിക്ക് സന്തോഷവാനാണ്. അതേ മിത്രമേ, ഞാൻ കൂടുതൽ സന്തോഷവാനാണ്. ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. ആരായാലും കൊള്ളാം, ഇവിടെ വൃത്തിയായി സൂക്ഷിച്ചോട്ടെ. Hola,
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ലോകത്തിന് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് സമർപ്പിച്ചു. സുവോളജിക്കൽ പാർക്ക് കേവലം ഒരു മൃഗശാലയല്ല, വിവിധങ്ങളായിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ നമുക്ക് നേരിട്ടാണ് പ്രകൃതിയുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒരു തുടർച്ചയാണ്. കേവലം മൃഗശാല എന്നതിൽ നിന്നപ്പുറത്ത് വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ സുവോളജിക്കൽ തൃശ്ശൂരിന്റെ കേരളത്തിന്റെ തന്നെ അഭിമാനമാണ്. ഹോളോഗ്രാം സൂ അത് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. ഒക്ടോബർ 20, 28 ഒക്ടോബർ 28 സായാഹ്നത്തിൽ